കുട്ടികളുടെ പഠന സ്വഭാവ വൈകല്യങ്ങൾ കറക്റ്റ് ചെയ്യുന്നതിന് ഹോമിയോപ്പതി ചികിത്സാ രീതിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. കുട്ടികളുടെ പഠന വൈകല്യങ്ങൾ എന്ന് പറയുമ്പോൾ രക്ഷകർത്താക്കളെ വളരെയേറെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പഠന വൈകല്യങ്ങൾ പ്രധാനമായും 3 തരത്തിലാണ്. ഒന്ന് ഡിസ്ലെക്സിയ അഥവാ വായനാ വൈകല്യം. കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളോ മറ്റ് പുസ്തകങ്ങളോ കൃത്യമായി വായിച്ച് അതിലുള്ള സാരാംശം മനസ്സിലാക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. രണ്ടാമത്തത് ഡിസ്ഗ്രാഫിയ എന്ന് പറയും. അതിൽ അക്ഷരങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് എഴുതുവാനുള്ള ബുദ്ധിമുട്ട്. അത്തരം കുട്ടികൾക്ക് പലപ്പോഴും ബുദ്ധിയും വായനാശീലവും ഒക്കെ സാധാരണ പോലെ ഉണ്ടാകും. പക്ഷേ അക്ഷരങ്ങൾ എഴുതുവാനോ നോട്ട്ബുക്കിൽ എഴുതുവാനോ പരീക്ഷയ്ക്ക് എഴുതുവാനോ ഉള്ള കഴിവ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. മൂന്നാമത്തെ പഠന വൈകല്യം പ്രധാനമായി പറയുന്നത് ഡിസ്കാൽക്കുലിയ എന്ന് പറയും. ഡിസ്കാൽക്കുലിയ ഗണിതശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഭാഷാ വിഷയങ്ങളൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്യുമ്പോഴും ഗണിത വിഷയങ്ങളിൽ ഈ കുട്ടികൾ വളരെ പിന്നോട്ടായിരിക്കും. ഇത്തരത്തിലുള്ള എല്ലാവിധ പഠന വൈകല്യങ്ങളും തലച്ചോറിലെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടും ന്യൂറോൺസിൻ്റെ ക്ഷതങ്ങൾ മൂലവും ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന കെമിക്കൽ ഘടകങ്ങളുടെ വളരെ കൃത്യതയില്ലാത്ത പ്രവർത്തനം മൂലവും സംഭവിക്കുന്നതാണ്. ഇതിന് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെയും അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെയും അതുപോലെ തന്നെ കൃത്യമായ ഹോമിയോപ്പതി മരുന്നിൻ്റെയും ഉപയോഗക്രമം കൊണ്ട് 3 മുതൽ 6 മാസം കൊണ്ട് വളരെ വ്യത്യാസം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. എറണാകുളത്ത് തേവരയിൽ പ്രവർത്തിക്കുന്ന നാനോനിയോ ഹോമിയോപ്പതിക് വെൽനസ് ആൻഡ് റിസർച്ച് സെൻ്ററിൽ കുട്ടികളുടെ പഠന സ്വഭാവ വൈകല്യങ്ങൾ അത് ഏതു തന്നെയായാലും ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ തുടങ്ങിയ ഏതുതരം പഠന വൈകല്യങ്ങളാണെങ്കിലും അവയ്ക്കെല്ലാം എല്ലാ ചൊവ്വാഴ്ചയും നവജ്യോതിസ് എന്ന പേരിലുള്ള ഈ ക്ലിനിക്കിൻ്റെ സേവനം ഇവിടെ ലഭ്യമാണ്.